ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ആമേൻ. ഏറ്റു പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി നിയോഗങ്ങള്, ഇതുവരെ നടന്ന നിയോഗങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ തിരുസഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ച് പഠനങ്ങൾ നടത്തുന്നതിന് ആരാധനയിൽ അമ്മയുടെ മധ്യസ്ഥ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ച് സഭ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനുള്ള, ഏറ്റെടുത്ത് അത് നടപ്പിലെടുത്താനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ആരാധന ആരാധന. ഹല്ലേലൂയ. 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 അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ സഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണമേ. പരിശുദ്ധമ്മേ, ശബമാല മാതാവ് സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം, ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള നിയോഗങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴ് ഓർത്ത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക.
ഓൺലൈൻ ഉടമ്പടിയിലും തീർത്ഥാടന ഉടമ്പടിയിലും വെച്ചിട്ടുള്ള പ്രത്യേക നിയോഗങ്ങൾ, ഏറ്റക്കാൻ്റെ റിക്വസ്റ്റിട്ടുള്ളവരെ ആ നിയോഗങ്ങൾ, കൃപാസനത്തിൽ ഫോൺ വിളിച്ച് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിട്ടുള്ളവർ ആ നിയോഗങ്ങൾ ഇപ്പോഴ് പരിശുദ്ധമ്മ വഴി ആരാധന ദിവ്യകാരുണ്യ തിരുസന്നിധി സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണം വഴി പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ. ശ്രുതികടെ പ്രിയപ്പെട്ടവരെ, സ്വസ്ഥമായി ഇരിക്കുക. ഓൺലൈനിലായിരിക്കുന്നവർ വീട്ടിലായാലും സ്ഥാപനത്തിലായാലും ഇരിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ സ്വസ്ഥമായി ഇരുന്ന് സന്തോഷത്തോടെ ആരാധനയിൽ പങ്കെടുക്കുക. കർത്താവ് ജീവനോടെ എഴുന്നള്ളി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താറയിൽ നമ്മൾക്ക് വേണ്ടി സാന്നിധ്യം നൽകുന്ന സ്വർഗീയമായ ഒരു നിമിഷമാണ്. ഈ നിമിഷത്തെ ഓർക്കണം. നിങ്ങൾ ഒത്തിരി ആരാധനകൾ പല ഇടങ്ങളിൽ കൂടുന്നവരാണ്. പക്ഷേ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താറയുടെ അരികിൽ നടക്കുന്ന ആരാധനയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറെ ശ്രദ്ധയും ഭക്തിയും ബഹുമാനവും ആരാധനയും ആദരവും ഒക്കെ ഇപ്പോഴും പരിശുദ്ധാത്മാവ് തോന്നിക്കേണ്ട ഒരു സമയമാണ്. കാര്യം പരിശുദ്ധ ദിവ്യകുർബാന എഴുന്നള്ളി ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് 2004 ഡിസംബർ 7 ഉച്ചയ്ക്ക് 2:30 അമ്മ സിൽവർ ഗിരയിൽ ഇന്ന് കാണുന്ന ഈ സ്റ്റാച്യുവിൻ്റെ അതേ കളറിലും അതേ രീതിയിലുള്ള ഒരു പ്രസാദത്തിൽ കാണപ്പെട്ടത്. ഇതൊരു വലിയ സംഭവമാണ്. സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് പഠിക്കും. തീർച്ചയായിട്ടും എന്താണ് ദൈവ മനസ്സെന്ന് ലോകത്തോട് സഭ പറയണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ശ്രുതികടെ ഹല്ലേലൂയ. വേണ്ടി ഈ ആരാധന ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുവഴി ഈശോയെ അനേകായിരം മക്കൾക്ക് വലിയ സമാശ്വാസവും സന്ധിപ്പും അനുഭവവേദ്യമാകുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ, 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 ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി ധ്യാനം, മരിയൻ ഉടമ്പടി ധ്യാനമാണ് എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ കൂടുന്നത്. ഉടമ്പടി ധ്യാനം അന്വേഷിക്കുന്നത് ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുകളും ഒരു വചനാധിഷ്ഠിതമായ ജീവിത സാക്ഷ്യത്തിന് നമ്മളെ അതെങ്ങനെ ഒരുക്കുന്നു, അതെങ്ങനെ അനുഗ്രഹമായി മാറുന്നു, കൃപയായി മാറുന്നു. അങ്ങനെ ആത്യന്തികമായ ചില ജീവിത വിഷയങ്ങളാണ് എപ്പോഴും ഉടമ്പടിയിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം തോബിയാസിൻ്റെ ജീവിതമാണ്. ബൈബിളിലെ തോബിയാസ് എന്ന് മാത്രം പേര് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ഭയങ്കരമായ ഒരു പുസ്തകമാണ്. ഇടയ്ക്ക് നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ഒരു മനുഷ്യൻ, ദൈവഭയമുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് ലോകകാര്യങ്ങളെ സമീപിക്കുന്നത്. ഇറ്റ്സ് ഗ്രേറ്റ് ആൻഡ് വണ്ടർഫുൾ. ഒരു ദൈവ പൈതലെ വ്യത്യസ്തമായ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലെ എങ്ങനെയാണ് നിറഭേദമില്ലാതെ ദൈവസന്നിധിയിൽ മങ്ങലേൽക്കാതെ നിൽക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനങ്ങളൊന്ന് തോബിയാസ് 1:3 ഭയങ്കര രസമുള്ള വചനമാണ്. അദ്ദേഹത്തിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ്, സ്വയം നമ്മളെ പരിചയപ്പെടുത്തണമാണ്. എന്താണ്? ഞാൻ തോബിയാസ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു രസം തോന്നും. തോബിയാസ് 1:3, ഞാൻ തോബിയാസ്,
ഇനി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ രസമാണ്. എന്താണ്? ജീവിതകാലം അത്രയും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത്. വിത്ത് കോൺഫിഡൻസ് ആ മനുഷ്യൻ നമ്മളോട് പറയുന്നതാണ്, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ സത്യത്തിലും നീതിയിലുമാണ് ചരിച്ചതെന്ന്. പക്ഷേ ഞാനത് ആ പുസ്തകം നമ്മൾ മൊത്തം വായിക്കുമെന്നൊക്കെ മനസ്സിലാകണത് ഒരു ദൈവ പൈതൽ ആ സത്യവും നീതിയേക്കാളും തോബിയാസിൻ്റെ ആധ്യാത്മിക നിലവാരം വളരെ ഉയർന്നതാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് അദ്ദേഹം പറയും, ഞാൻ നഫ്താലി ഗോത്രത്തിലുള്ളയാളാണ്. ഇസ്രയേലിൻ്റെ ലിസ്റ്റ് ഗോത്രങ്ങളിലൊന്നാണ് നഫ്താലി. അത്ര നല്ല ഗോത്രമല്ല. അത് അദ്ദേഹത്തിൻ്റെ വർത്തമാനം തന്നെ ഉണ്ട്. നഫ്താലിയുടെ എൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒക്കെ ബാലിനെ ആരാധിക്കാൻ പോയെന്ന്. എപ്പോഴും മനുഷ്യൻ്റെ ഈശ്വര വിശ്വാസികളുടെ ഒരു ടെൻഡൻസിയാണ്. ഇപ്പം പത്രോസ് തന്നെ നമ്മുടെ യോഹന്നാൻ മാന്താന തന്നെ ചോദിച്ചില്ലേ, നീയാണോ യേശു ക്രിസ്തു രക്ഷകൻ, അതോ വേറെ ആരെങ്കിലും ഞങ്ങളെ അന്വേഷിക്കണമോ? ഇപ്പോൾ നമ്മുടെ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം ഒരു 7 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നീയാണോ രക്ഷകൻ? അദ്ദേഹം കാര്യം യോഹന്നാൻ മാന്താന അങ്ങനെ ചോദിക്കുന്നത് പോലെ നമ്മളും ഏതെങ്കിലും കാലത്തൊക്കെ മനുഷ്യൻ ചോദിച്ചു പോകുന്ന ചോദ്യങ്ങളാണ്. കാരണം ഉടമ്പടി ധ്യാനത്തിൽ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യണത്, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത വ്യാപാരങ്ങളിൽ ഏതെങ്കിലും കാലത്ത് ദൈവതിരുസന്നിധിയിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഉന്നയിക്കുന്ന ചില ജീവിത ദുർഘടഘട്ടങ്ങളാണ്. അപ്പം ഇദ്ദേഹം പറയണത്, ഞാൻ നഫ്താലി ഗോത്രക്കാരനാണ്, എൻ്റെ ചർച്ചക്കാരെല്ലാവരും തന്നെ കർത്താവിനെ വിട്ടുപോയെന്ന്. ജീവിത ക്ലേശങ്ങളും അധികാര ആഡംബരങ്ങളുടെ ആകർഷണങ്ങളൊക്കെ വന്നപ്പോൾ സത്യദൈവത്തെ വിട്ടുപോയ ഒരു മനുഷ്യനിൽ അവശേഷിക്കുന്ന അവസാനത്തെ കണ്ണിയാണെങ്കിൽ, അതായത് പല പല പ്രലോഭനങ്ങളെ അതിജീവിച്ചാണ് ഈ മനുഷ്യൻ നീതി കാണിച്ച് നിൽക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ തോബിയാസാണ്, ജീവിതകാലം മുഴുവൻ നീതിയും സത്യവും നിറവേറ്റിയെന്ന് വെച്ചാൽ ദൈവത്തെ മുൻനിർത്തിയാണ്. ഞാൻ അസറിയായിലേക്ക് എന്നെ തടങ്കലിൽ പിടിച്ചുകൊണ്ട് പോയപ്പോഴും അവിടെയുള്ളവരെല്ലാം നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ കഴിച്ചില്ല. എന്താണ് കഴിക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയായിരുന്നു എൻ്റെ മനസ്സിലെന്ന്. അത് ഒരു വല്ലാത്ത വചനമാണ്. എല്ലാവരും നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും എൻ്റെ കൂടെയുള്ളവരും കുടുംബത്തിലുള്ളവരും ഒക്കെ എല്ലാം നിഷിദ്ധമായ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ പട്ടിണി നിന്നോ? എന്താണ് പട്ടിണി നിൽക്കാൻ കാരണം? എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണെന്ന്. അത് ഞാൻ വായിച്ചപ്പോൾ സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാര്യം ദൈവസ്നേഹമുള്ളവർ ആര് വായിച്ചാലും അത് നമുക്ക് കണ്ണ് നിറഞ്ഞു. അതായത് ആ മനുഷ്യൻ അപ്പോഴും പട്ടിണി നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഇപ്പം നമ്മൾ ദിവ്യകുർബാനയുടെ ജീവിതം ജീവിക്കുന്നവരാണ് അല്ലേ ക്രൈസ്തവർ. അത് ആ ജീവിതം ഒരു ഓർമ്മപ്പടിയായിട്ട് നമ്മൾ ജീവിക്കണത്. കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ അവനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. എന്ത്? കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ. പാപം ചെയ്യാതിരിക്കാനും കൃപയിൽ വളരാനുള്ള സുവിശേഷ സാക്ഷ്യ പ്രവർത്തികൾ ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുമ്പോഴും ഈശോ പറഞ്ഞത്, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നാണ്. എൻ്റെ വാക്കും പ്രവൃത്തിയും നിങ്ങളെ അനുസ്മരിപ്പിക്കും. അതായത് ഒരു മനുഷ്യന് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വേഴ്സ് ആൻഡ് ഡീഡ്സാണ് അല്ലേ. ഒരു മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് അദ്ദേഹം. അപ്പോഴേ യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ അനുസ്മരിപ്പിക്കും എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുസ്മരിപ്പിക്കും എന്നർത്ഥം. ഇപ്പം യോഹന്നാൻ 14:26 എന്താ പരിശുദ്ധ ഈശോ പറയണത്?
ഞാൻ പഠിപ്പിച്ച് യോഹന്നാൻ 14:26, അതായത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. എന്നുവെച്ചാൽ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കും പ്രവൃത്തിയുമാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? പരിശുദ്ധാത്മാവ് യേശുവിനെ നമ്മളെ അനുസ്മരിപ്പിച്ചു കൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലെ ഏത് നിമിഷവും കർത്താവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇരിക്കാനുള്ള പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണം. ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം തരണേ. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം തരണേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ ചാർച്ചക്കാര് നിഷിദ്ധമായ പാപത്തിൻ്റെ ഭക്ഷണം കഴിച്ചപ്പോഴും ഞാൻ അതിൽ നിന്ന് ഡിപ്രൈവായി നിന്നു. എന്താ കാരണം? തൊബിത്ത് 1:12 കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഏറ്റു പറഞ്ഞേ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. ഒരു നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ, ദൈവ പൈതലാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആണോ അല്ലയോ എന്ന്. ഉടമ്പടി എടുത്ത എല്ലാവരും ശരിക്കും ദൈവത്തോട് അബൈഡിങ് ആണല്ലേ. ഓരോ കാര്യങ്ങൾക്കും കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഈ ചേർന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം ചെയ്യുക, ചെയ്യാതിരിക്കുക, അതെങ്ങനെ ദൈവമഹത്വത്തെ ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ വേണം. എൻ്റെ മനസ്സ് മുഴുവനും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ. ഏറ്റു പറഞ്ഞേ, കർത്താവേ, ഓരോ ദിവസവും ഉടമ്പടി ധ്യാനത്തിലെ പങ്കെടുത്തിട്ടുള്ള ഞങ്ങളുടെ മനസ്സ് ഓരോ നിമിഷവും അങ്ങേക്കുറിച്ചുള്ള ഓർമ്മയാൽ നിറഞ്ഞു നിൽക്കുവാൻ ഇടയാക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. വലിയ സ്നേഹത്തിന്റെ ഓർമ്മ എന്നും ഞങ്ങൾ നിലനിർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ മറയ്ക്കണമേ അങ്ങേ തിരുഹൃദയത്തിൽ, എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. എല്ലാം എനിക്കെന്റെ ഈശോ, എന്റെ ജീവന്റെ ജീവനാമീശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തോബിയാസിനെ കുറിച്ച് ഏറെ ഒരു ഐഡിയ കിട്ടില്ലേ നിങ്ങൾക്ക്? ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ഹൃദയസ്പന്ദനങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടു നടക്കുന്നവരാണ്. അതാണ് ദൈവ പൈതൽ എന്ന് പറയുന്നത്.
ബൈബിളിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ തോബിയാസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും ക്ലീനായിട്ടാണ് ജീവിക്കണത് അല്ലേ? ഇത്രയും ക്ലീനായിട്ട് ജീവിക്കുന്ന മനുഷ്യന് വിശുദ്ധിക്ക് വല്ല കുറവുണ്ടോ? വിശുദ്ധിക്ക് വല്ല കുറവുണ്ടോ? പുണ്യത്തിന് വല്ല കുറവുണ്ടോ? ഒരു കുറവില്ല. പുണ്യത്തിൻ്റെ കാര്യം പറയാതിരിക്കുകയാണല്ലേ. കാര്യം ഒരു ദിവസം പെന്തക്കോസ്ത ദിവസം വന്നു. 7 ആഴ്ച കഴിഞ്ഞ് വരുന്ന ദിവസമാണ് പെന്തക്കോസ്ത, 50-ാം തിരുനാൾ. 50-ാം തിരുനാൾ വന്ന ദിവസം ഈ മനുഷ്യൻ നല്ല ആഹാരങ്ങൾ ആ വീട്ടിൽ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. കാര്യം ആ തിരുനാളിൻ്റെ മഹോത്സവത്തിൽ പെട്ടെന്നാണ് ആ ഭക്ഷണം ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഒരു മോശം വാർത്തയുമായിട്ട് സ്വന്തം മകൻ വരും, കൊച്ചു തോബിയാസ് വരും. കാര്യം കൊച്ചു തോബിയാസിനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിട്ട് മകൻ തോബിയാസിനെ പറഞ്ഞു വിട്ടിരിക്കണത് എന്തിനാണെന്നറിയാവോ? നീ പട്ടണങ്ങളിലൊക്കെ ചെന്ന് നോക്ക്, വല്ല പാവപ്പെട്ടവരും ഉണ്ടെങ്കിൽ, ഇന്ന് ഭക്ഷണം കഴിക്കാത്തവരുണ്ടെങ്കിൽ അവരെ കുടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ഓർക്കുവേ, ജീസസിന് മുമ്പ് എത്രയോ വലിയ നല്ല മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നെന്ന്. ജീസസിന് മുമ്പ്, യേശുക്രിസ്തുവിന് മുമ്പ് എത്രയോ തങ്കപ്പെട്ട മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു. അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും, ഇവിടെ തങ്കപ്പെട്ട മനുഷ്യരുടെ കുറവുണ്ടായിട്ടല്ല യേശു മനുഷ്യാവതാരം ചെയ്തത്. ചില ആൾക്കാർ പറയുവേ, ഇപ്പോൾ ക്രിസ്ത്യാനി ആയില്ലെങ്കിലും മഹാത്മാഗാന്ധി ക്രിസ്ത്യാനി ആയിരുന്നോ? മഹാത്മാഗാന്ധി ഒന്നും ക്രിസ്ത്യാനി അല്ലായിരുന്നു. മഹാത്മാഗാന്ധി ഒരിക്കലും ക്രിസ്ത്യാനി അല്ല. എന്താ കാര്യം? അദ്ദേഹം ക്രിസ്തു ഏകരക്ഷകനാണെന്ന് വിശ്വസിച്ചിട്ടില്ല. ജീവിത രീതികളൊക്കെ ഒരു പക്ഷേ നല്ലൊരു ജീവിത രീതി ആയിരിക്കാം, അറിയത്തില്ല, നമുക്കറിയത്തില്ല. കാര്യം മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവിനെ ഇന്ന് ജയിലിലിട്ടിട്ടുണ്ട്. ഇന്നത്തെ വാർത്ത അതാണ്. മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവിനെ ജയിലിലിട്ടു, പണം തിരിമറിവിനെ. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ മകനെക്കുറിച്ച് പറഞ്ഞത് അന്നേ തന്നെ കഞ്ചാവായിരുന്നു. അപ്പോൾ സ്വന്തം മകനും പേരക്കിടാങ്ങളൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന ഒരു ആളിൽ രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. കുടുംബപരമായ തകർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം മക്കൾക്ക് നല്ല മാതൃക കൊടുത്താൽ മാത്രമേ മകനും പേരക്കിടാങ്ങളും ആ കുടുംബങ്ങളെല്ലാം ഇതുപോലെ വരത്തുള്ളൂ. ഞാൻ അദ്ദേഹത്തെ അത് കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നന്മകൾ രാഷ്ട്രത്തിന് നന്മ ചെയ്തു എന്നുള്ള കാര്യം വലിയ കാര്യമാണ്. വലിയ കാര്യം തന്നെ. നമ്മൾ അദ്ദേഹത്തെ രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്നു, നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വിളിക്കുക മാത്രമല്ല, അത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ നല്ല മനുഷ്യരൊക്കെ ഈ ഭൂമിയിലുണ്ടാവും. ഈ നല്ല മനുഷ്യരുടെ കുറവുണ്ടായിട്ടല്ല ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കും. പിന്നെ എന്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം സംഭവിച്ചതെന്ന് വെച്ചാൽ മാനവരക്ഷയാണ് അതിൻ്റെ പ്രശ്നം. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും സഭ സ്ഥാപിച്ചതും ഇവിടെ നല്ല മനുഷ്യരില്ലാഞ്ഞതിൻ്റെ പേരിലല്ല. പിന്നെ എന്താണ്? ഇവിടെ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് പ്രധാനപ്പെട്ട വിഷയം. പാപപങ്കിതമായ പ്രകൃതിയുള്ളവർക്ക് നിത്യരക്ഷ നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് പരിഹാര പ്രവർത്തികൾ മനുഷ്യന് വേണ്ടി പരിഹാരം ചെയ്തു. ആ പരിഹാരത്തെ ദൈവം അംഗീകരിച്ച് അവൻ ഉയർത്തിപ്പിച്ചപ്പോൾ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾക്കും ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്ന നിത്യജീവന് വേണ്ടിയാണ് യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നുള്ള ബോധ്യം വേണം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി പാടുപീഠകൾ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ നാഥ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ തിരുവിലാവിൽ, അങ്ങേ തിരുമുറിയിൽ മറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം തോബിയാസ് മകൻ കൊച്ചു തോബിയാസിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, നീ പട്ടണത്തിൽ പോയിട്ട് പാവപ്പെട്ടവരെ കണ്ടിട്ട് അവരെ കൂട്ടിക്കൊണ്ട് വാ, അവർ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അത്രയും നല്ലൊരു മനുഷ്യനാണ്. കാര്യം കാരുണ്യ പ്രവർത്തികൾ 14 അതെല്ലാം പാലിക്കുന്നയാളാണ്. ക്രിസ്തു കാരുണ്യ പ്രവർത്തികൾ പറയുന്ന മുമ്പ് തന്നെ അത് പാലിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഭയങ്കരമായ ചില വിഷയങ്ങളുണ്ട്. അതായത് ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു,
ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾക്ക് അഭയം അരുളി എന്ന് പറയുന്ന നമ്മൾ മത്തായി ശ്ലീഹായുടെ 25-ാം അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിലുള്ള അന്ത്യവിധിയുടെ പ്രീക്രെക്സിസ്റ്റുകളെ, മുന്നാവശ്യങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റുന്ന ഒരാൾ പഴയ നിയമത്തിൽ തോബിയാസിനെ കാണുകയാണ്. അപ്പം നമ്മൾ പറയുന്ന ഈ സന്മാർഗ ജീവിതത്തിൻ്റെയും പുണ്യജീവിതത്തിൻ്റെയും അപ്പുറത്തൊക്കെ ഒരു സ്പേസാണ് ക്രിസ്തുവിനുള്ളത്. ഈ ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാം നല്ല ജീവിതം, സന്മാർഗ ജീവിതം നയിപ്പിക്കുക, അതുപോലെ തന്നെ അവരെ കൂടുതൽ മനുഷ്യോചിതന്മാരായി സ്നേഹസമ്പന്നരാക്കി മാറ്റുക എന്നുള്ള ഒരു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനമല്ല സുവിശേഷത്തിൻ്റെ ലക്ഷ്യം. ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. സുവിശേഷം അതൊക്കെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഒരു മാർഗമായിട്ടാണ് എടുക്കണം, ലക്ഷ്യമല്ല. ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പറ്റണത്. നമ്മുടെ വിശുദ്ധി പോലും ഒരു മാർഗമാണ്, ലക്ഷ്യമല്ല. ഇപ്പം ഞങ്ങൾ ബ്രഹ്മചരികളാണ്. അപ്പോൾ ഈ പൗരോഹിത്യം, ഇപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ എന്തുമാത്രം സിസ്റ്റേഴ്സാണ് നമുക്കുള്ളത്. അവരെല്ലാം വിശുദ്ധിയുടെ കന്യാവ്രതം പാലിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷേ അതൊന്നും അവരുടെ ലൈഫല്ല, അവരുടെ ലക്ഷ്യമല്ല, അത് മാർഗമാണ്. നമ്മുടെ വിശുദ്ധിയെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എല്ലാം മാർഗങ്ങളാണ്, ലക്ഷ്യമല്ല. അപ്പോൾ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിയേണ്ടി വരും. ലക്ഷ്യം എന്താണെന്ന് അറിയേണ്ടി വരണമെങ്കിൽ നമ്മൾ തോബിയാസിനെ പഠിക്കണം. ഇപ്പോൾ തോബിയാസിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? തോബിയാസിനോട് വന്ന് കൊച്ചു തോബിയാസ്, മകൻ തോബിയാസ് പറഞ്ഞു, പട്ടണക്കാരും കണ്ടില്ല, പക്ഷേ ഒരു മൃതശരീരം നിരത്തിൽ കിടക്കണ കണ്ടെന്ന് പറഞ്ഞു. മൃതശരീരം. അപ്പോൾ സെന്നാച്ചെറിബ് അവർ കൊന്നു കളഞ്ഞതാണ്. കാര്യം ജൂദയിൽ നിന്ന് രക്ഷപ്പെടുന്നവരെല്ലാം കൊല്ലണ ഒരു കാലമായിരുന്നത്. അപ്പോൾ അടക്കുന്നവനും ക്രിമിനൽ കുറ്റത്തിൽ ജയിലിലായി പോകും, അല്ലെങ്കിൽ നാട് കടത്തും. പക്ഷേ ഇത് ഒരു മൃതശരീരം കിടക്കണമെന്ന് കണ്ടപ്പോൾ തന്നെ ഈ മനുഷ്യൻ പിന്നെ ഭക്ഷണം കഴിച്ചില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോഴെന്താണ്? സാബത്ത് ദിവസമാണ്. അടക്കണമെങ്കിൽ സൂര്യൻ അസ്തമിക്കണം. മൃതശരീരം ഒളിപ്പിച്ച് വെച്ചും ആ മനുഷ്യൻ അവിടെ ഇരുന്നു. സാബത്ത് കഴിഞ്ഞിട്ട് പോയി അത് അടക്കിയിട്ട് തിരിച്ചു വന്ന് ഒരു മതിലെ ചാരി ഇരിക്കുകയാണ്. മതിലെ ചാരി കാര്യം തളർച്ച കൊണ്ടേ, വീട്ടിൽ കയറാൻ പറ്റാതെ തളർച്ച കൊണ്ട് നമുക്കറിയാമല്ല, പട്ടിണി നിന്നിട്ടാണ് ഈ മൃതശരീരം സംസ്കരിക്കാൻ പോയത്. 6-7 മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ തളർന്നു പോയി ഉറങ്ങിപ്പോയി. ഒരു മതിലിൻ്റെ ചാരി ഉറങ്ങിപ്പോയപ്പോൾ അവിടെ ആ മതിലെ ഇരുന്ന കുരുവി കാട്ടുചത് ഈ മനുഷ്യൻ്റെ കണ്ണിന് വീണ് കണ്ണിൻ്റെ കാഴ്ച പോയി. ഇപ്പോൾ എന്നാ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കണ്ണിൻ്റെ കാഴ്ച പോയി. ഇതിവിടെ ഇങ്ങനെ ഞാൻ നിർത്തുകയാണ് വിഷയം. അതായത് അത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. ജീവിതത്തിൽ ആകസ്മികമായി നടക്കുന്ന സംഭവങ്ങളിലെല്ലാം ദൈവഹിതം അറിയുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ ഇത് പറയണമെന്നറിയാവോ? അതായത് പലരും വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കണില്ല, അല്ലേ? ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും ലോക്ക്ഡൗൺ ആയതുകൊണ്ടും കൃത്യമായിട്ട് കുർബാന പങ്കെടുക്കുന്നുണ്ട്, ഓൺലൈനിലാണെങ്കിലും പങ്കെടുക്കുന്നുണ്ട്. പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴും പലരുടെയും മനസ്സിലുള്ള എന്താണെന്നറിയാവോ? കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്, എനിക്ക് പണിയുണ്ടാക്കരുത് നീ. അതാണ് പലരും എന്നോട് സങ്കടത്തെ ചോദിച്ചിട്ടുണ്ട്. അച്ഛാ, ഞാൻ കുഞ്ഞുനാൾ മുതൽ ഓൾട്ടർ ബോയാണ്, ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എല്ലാവരും ദൈവത്തെ തള്ളി പറയുമ്പോഴും ഞാൻ ദൈവത്തെ ഓൺ ചെയ്ത കുടുംബത്തിൽ ഒരുപക്ഷെ ഞാൻ മാത്രമാണ് പള്ളിയുമായിട്ട് ബന്ധമുള്ള. ബാക്കി ആർക്കും പള്ളിയോട് ദൈവികമായ കാര്യങ്ങളോട് അവർ റെഗുലർ അല്ല. ഒത്തില്ലെങ്കിൽ ഒത്താവാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അവർക്ക് വളരെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് സന്തോഷമാണ്, അവർക്ക് ജീവിതം തന്നെ രസകരമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഞാൻ ഇത്രയും ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വിഷമതകളും, എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിൽ തന്നെ ഒരിക്കലും ഒരു സമാധാനമായിട്ട് എന്നോട് പെരുമാറണില്ല. മക്കൾ ചിലപ്പോൾ എന്നോട് അതുപോലെ ഞാൻ കൊടുക്കുന്ന അതേ സ്നേഹം എനിക്ക് തിരിച്ചു തരണില്ല. സാമ്പത്തിക മേഖലയൊക്കെ ഒത്തിരി തകർച്ച ഉണ്ട്. ഇതെന്താണ് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കണത്?
ഇതൊന്നും ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നവും ഇല്ലല്ല. അപ്പോഴും ഞാൻ എൻ്റെ ചേട്ടന്മാരോട് ചേമാരോടൊക്കെ എൻ്റെ ഈ ഭക്തിയും പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ പറയടാ, നീ എൻ്റെ പ്രാർത്ഥനയൊക്കെ ഒന്ന് നിർത്ത്, ഒന്ന് കുറക്ക്. അപ്പം ഞങ്ങളെപ്പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്കും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ ഈ അധികം ദൈവത്തെ നമ്മുടെ ആദ്യം അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതൊക്കെ ആർക്കറിയാൻ പാടില്ലാത്തത്. ഞങ്ങളെ കണ്ടില്ലേ, ദൈവത്തിന് ഒരു പരിധി വരെ പുറത്തേ നിർത്തത്തുള്ളൂ. ഒത്തിരി അടുപ്പമില്ല, ഒത്തിരി അകുലമില്ല, അങ്ങനെ ഒരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് അങ്ങ് കീപ്പ് ചെയ്താൽ മതി എന്നാണ് ചേട്ടന്മാർ എന്നെ ഉപദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് ഞാനും ചാകും, കുറച്ച് കഴിയുമ്പോൾ അവരും ചാകും. അപ്പോൾ എനിക്കും കിട്ടും, അവർക്കും കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തരണത് കിട്ടും. അപ്പോൾ അതിനകത്ത് എന്താ ഏറ്റക്കുറച്ചിൽ എന്താണ്? അങ്ങനെ പിന്നെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യണത്? എനിക്കാണല്ല കൂടുതൽ ബുദ്ധിമുട്ട്. ഈ ചോദ്യം അങ്ങനെ നമുക്ക് എല്ലാവരും തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട ആൾ തോബിയാസാണ്. നോക്കി അയാളുടെ ലൈഫ് കണ്ട. ഇപ്പം എന്നാ പറ്റി? ഒരു സൽപ്രവൃത്തി മൃതദേഹം സംസ്കരിക്കാൻ പോകുന്നതിൻ്റെ വകുപ്പിൽ പട്ടിണി നിന്ന് മൃതദേഹം സംസ്കരിക്കാൻ പോയതിൻ്റെ വകുപ്പിലാണ് ഈ മനുഷ്യൻ്റെ കണ്ണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കും, ഈ കുരുവി അവിടെ ഇരിക്കുന്നത് ദൈവത്തിന് അറിയാൻ പാടില്ലേ? ഇയാൾ നീതിമാനാണെന്ന് ദൈവത്തിന് അറിയാൻ പാടില്ലേ? ഈ നീതിമാനെ സംരക്ഷിക്കാൻ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന് ഇയാളെ സംരക്ഷിക്കാൻ പാടില്ലേ? അത് കണ്ണിന് വീടാൻ തന്നെ കണ്ണ് പോകേണ്ട കാര്യമുണ്ടോ? അവിടെ ദൈവത്തിന് സംരക്ഷിക്കാൻ പാടില്ലേ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ. ഇപ്പം നമ്മൾ തോബിയാസിൻ്റെ പുസ്തകം 2:14 2:9 ഈ വിഷയം ഉള്ളത്. 2:9 2:14 ഈ വിഷയം കൈകാര്യം ചെയ്യണത്. കുരുവി വന്നിരിക്കണത്, ഈ മനുഷ്യൻ്റെ കണ്ണ് പോണതുമൊക്കെ. അപ്പോൾ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ന്യായമായി ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങൾ തോബിയാസിനുണ്ട്. കാര്യം കുടുംബക്കാർ മൊത്തത്തോടു കൂടി ആ വംശം തന്നെ, നഫ്താലി വംശം തന്നെ കർത്താവിനെ വിട്ടുപോയി ബാലിന് പരിഹരിപ്പിച്ച കർഷികളാണ്. അവിടെ ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന ആളാണ്. ഇനി സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും നിഷിദ്ധമായ കൽപ്പനക്കെതിരായിട്ടുള്ള ഭക്ഷണം വിളമ്പിയപ്പോൾ അത് കഴിച്ചവരാണ്. അപ്പോഴും തോബിയാസ് പറയും, എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണ കാരണം ഞാൻ പട്ടിണി നിന്നെന്ന് പറയും. ഈ മനുഷ്യന് പട്ടിണിയേ ഉള്ളൂ. ഇനി പെന്തക്കോസ്ത ദിവസം നല്ല ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴും കഴിക്കാൻ ആ ഭക്ഷണത്തെ തൊട്ടില്ലെന്ന് പറയത്തില്ല. അപ്പം തന്നെ വീണ്ടും മൃതശരീരത്തിൻ്റെ വാർത്ത വന്നു, പിന്നെയും പട്ടിണിയായിപ്പോയി. അപ്പം ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് വെച്ച് ഒത്തിരി ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യനാണ്. ചോദിക്കാച്ചാ, ചുണ്ടിനും കപ്പിനുമായിരുന്നു എനിക്ക് ആ ജോലി കിട്ടേണ്ടതായിരുന്നു. ആ പോസ്റ്റ്മാൻ PSC അപ്പോയിൻമെൻ്റ് ഓർഡർ പോസ്റ്റിൽ കിടന്ന് വൈകി ഞാൻ ചാർജ് എടുക്കണതിന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടിയത്. അത് ക്യാൻസലായി പോയിച്ചാന്ന് പറഞ്ഞു. അപ്പോയിൻമെൻ്റ് ഉള്ള ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിന് പോയാൽ മതിയായിരുന്നു, ക്യാൻസലായി പോയിരുന്നു. അപ്പം ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് ജീവിതം കൈമോശം വരുമ്പോൾ ദൈവത്തിന് അറിയാൻ പാടില്ല. ദൈവത്തിന് എല്ലാവരും ചോദിക്കണം, ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നോ, ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളോർക്കും ശരിയാണല്ല, ദൈവത്തിന് അറിയാൻ പാടില്ല, ദൈവത്തിനൊന്ന് സഹായിക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കാനാണെങ്കിൽ ജീവിതം മുഴുവൻ നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങളേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ എന്ന് നിനക്ക് അവസാനിക്കുന്നു അന്ന് മാത്രമേ നീ വിശ്വാസിയാകത്തുള്ളൂ. എന്നാണ് നിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ അവസാനിക്കണം. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാവോ? അതായത് നമ്മളുടെ ഭക്തി, നമ്മളുടെ നീതി, നമ്മളുടെ സത്യം, നമ്മുടെ സൽപ്രവൃത്തി, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യന്മാരും ഉള്ളിൽ വിചാരിക്കണം എന്താണ്, ഞാൻ സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ എന്തുമാത്രം സൽപ്രവൃത്തികൾ ചെയ്യുന്നല്ലേ, എന്തുമാത്രം ഭക്തിയിൽ നമ്മൾ വചനം ഓരോ ദിവസവും 1/2 മണിക്കൂർ വചനം വായിക്കുന്നു, എന്തുമാത്രം ഭക്തിയിൽ നമ്മൾ വചനം പ്രചരിപ്പിക്കുന്നു, എന്തുമാത്രം ഭക്തിയിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവമായിട്ട് ഒരു ബാർഗെയിനിങ് ടെൻഡൻസിയിലേക്ക് വരരുത്. കാര്യം നമ്മൾ 8:32 ഒക്കെ വായിക്കുന്ന പോലെ, Ephesians 8:32 വായിക്കുന്ന പോലെ ഇതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ദൈവത്തിന് നൽകാൻ കഴിയണത്. അപ്പോൾ ദൈവത്തിന് നൽകാൻ കഴിയുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ സൽപ്രവൃത്തികൾ ക്രമീകരിക്കുക, വിശുദ്ധിയെ ക്രമീകരിക്കുക, സുഹൃത്തുക്കളെ ഇനി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാൻ സുഹൃത്തോടു കൂടി ജീവിക്കുന്നു, അതുകൊണ്ട് നീ എനിക്ക് ഇന്ന കാര്യം നീ എനിക്ക് തരണം. ഞാൻ വിശുദ്ധിയോട് ജീവിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ എനിക്ക് തരണം. എനിക്ക് കേട് വരരുത്, എൻ്റെ തടി കേടാക്കരുത്, എനിക്ക് അപകടം വരരുത്, എനിക്ക് രോഗം വരരുത്, ഒന്നും വരരുത്.
അപ്പോൾ പല ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പല ആൾക്കാരും വിശുദ്ധിയോടെ ജീവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പല ആൾക്കാരും ജീവിതത്തിൽ ദൈവത്തോട് അടുത്ത് നിൽക്കണത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യമേ ഉള്ളൂ: നമുക്ക് പണിയുണ്ടാക്കരുത് കർത്താവേ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പഠിക്കുകയാണ്, അതുങ്ങൾക്കൊക്കെ ഒരു അപകടമൊന്നും ഉണ്ടാകാതെ പഠിത്തം തീർക്കണം. അപ്പം ചില അമ്മമാർ ഒക്കെ ദൈവത്തിൽ നിന്നും മുട്ടിപ്പായിട്ട് മാറാതെ നടക്കണം. മകളെ കാനഡയിലാണ് കർത്താവ്, അവൾ സായപ്പനെ ലൈനടിക്കല്ലേ. ചുമ്മാ അമ്മമാരുടെ ഓരോ ഉത്കണ്ഠകളാണേ. ഇങ്ങനെ ഓരോരോ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് ചിലർ എല്ലാവരും അല്ല, പല മനുഷ്യരും അടുക്കണത്. അപ്പം എന്തിനാണ് നീ ഭക്തി ആചരിക്കണത്, എന്തിനാണ് നീ വിശുദ്ധി ആചരിക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടി കേടാകാതിരിക്കാനാണെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ഐഡിയ. ഈ ഒരു ഐഡിയ ആണെങ്കിൽ ഒരിക്കലും നീ ദൈവ പൈതലാകാൻ സാധ്യതയില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ഇടപാടുകാരനാകും നീ. ഇന്നത്തെ പല വിശ്വാസികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസികളില്ല, ദൈവ പൈതലുമില്ല, ദൈവവുമായിട്ടുള്ള ഇടപാടുള്ളവരുണ്ട്, ഇടപാടുകാരുണ്ട്. ലോകത്തിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ 32 വർഷമായി ഞാൻ ഈ കൗൺസിലിംഗ് ശുശ്രൂഷയിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു സത്യം, ഓരോരോ കാലം ചെല്ലുന്തോറും വിശ്വാസികൾ കുറയുന്നു, ദൈവ പൈതൽ കുറയുന്നു, പക്ഷേ ഇടപാടുകാർ കൂടുന്നു. ഓരോ ദൈവ പൈതലും കാലാന്തരത്തിൽ ഇടപാടുകാരായിട്ട് മാറുന്നു. ഇന്ന് ദൈവത്തിൻ്റെ അനുഭവം നമുക്കില്ലാത്തതിൻ്റെ നമ്മളിന്ന് ദൈവാനുഭവം എന്ന് വിളിക്കുന്നത് മുഴുവനും കല്യാണം നടന്നു, വീട് കിട്ടി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറയുന്ന ഭൗതിക ആനുകൂല്യം കൈപ്പറ്റതിൻ്റെ പേരിൽ ദൈവാനുഭവം, അത് ദൈവ അനുഗ്രഹം എന്നാണ് അതിനെ വിളിക്കുന്നത്. ദൈവാനുഭവം അല്ലത്, അത് വേറെ. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ഫിസിക്കൽ ഫേവേഴ്സാണ്. ദൈവ അനുഗ്രഹവും ദൈവ അനുഭവവും രണ്ടും രണ്ടാണ്. ഇന്ന് പലപ്പോഴും ദൈവാനുഭവം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹത്തിനെയാണ്. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫേവേഴ്സാണ്. ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? ഭൗതിക ആനുകൂല്യങ്ങൾ. ഭൗതിക ആനുകൂല്യങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ശരീരത്തിന് വേണ്ടിയുള്ളതാണ്. ഉദരമാണ് അവരുടെ ദൈവം എന്ന് പറയത്തില്ലേ? റോമാലേഖനത്തിലുള്ളതാണ്, ഉദരമാണ് അവരുടെ ദൈവം. എന്നുവെച്ചാൽ അവരുടെ അതായത് ശരീരബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ് അവർക്കുള്ളതെല്ലാം. എന്താ കുഴപ്പം? ദൈവം രണ്ടിനെയും നശിപ്പിക്കുമെന്ന്. ഉദരത്തെയും നശിപ്പിക്കും, ആ വ്യക്തിയെയും നശിപ്പിക്കും. എന്താ കാര്യം? അവസാന കാലങ്ങളിലെല്ലാം ഇങ്ങനെ ചിലപ്പോൾ ദ്രവിച്ചു തീരുകയോ അല്ലെങ്കിൽ കത്തിത്തീരുകയോ ചെയ്യും. മനുഷ്യൻ ഇന്ന് കത്തിത്തീരുന്ന കാലമാണ്. കൺമേക്കിൽ നിൽക്കുന്ന ജീവനോടെ എഴുന്നേറ്റ് നടന്ന ആൾക്കാർ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ മുമ്പിൽ കിടന്ന് കത്തണ കാണാം. ഇങ്ങനെ ഒരു കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. മനുഷ്യൻ ഏറ്റവും ആരോഗ്യവാനും സൗന്ദര്യമുള്ളവരും കിടന്ന് കത്തുന്ന കാലം. ഇനി നമ്മുടെ കാലം എപ്പോഴാണ് നമുക്കറിയത്തില്ല. എന്നിട്ടും മനുഷ്യന് മനസ്സാന്തരമില്ല. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ദൈവദൃഷ്ടിയിൽ ഇടപാടുകാരല്ല. പിന്നെ എന്താണ്? പിന്നെ ആരാണ്? ഒരു വിശ്വാസി ഇടപാടുകാരനല്ല. നീ ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ദൈവത്തോട് ഇടപാടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാലത്തും ദൈവത്തെ അനുഭവിക്കത്തില്ല, പക്ഷെ അനുഗ്രഹം നിനക്ക് ലഭിക്കും. ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് അനുഗ്രഹത്തിൻ്റെ കൂടെ അവന് അനുഭവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അൺകണ്ടീഷനായിട്ട്, അതായത് നമ്മൾ ദൈവത്തിരുസനിൽ ആചരിക്കുന്ന വിശുദ്ധി, അപ്പോൾ ആ വിശുദ്ധിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടാണ് ബൈബിൾ വെച്ച് പുലർത്തുന്നത്. വിശുദ്ധിയെക്കുറിച്ച് ഇപ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ വിശുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ലേവ്യ പുസ്തകമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ലേവ്യ പുസ്തകം പറയും, കൽപ്പന തന്നിട്ടുണ്ട്, നിൻ്റെ ജഡിക ശാരീരിക മ്ലേച്ഛതകളെ കൽപ്പന പ്രകാരം ദഹനിക്കണമെങ്കിൽ നിനക്ക് വിശുദ്ധിയോടെ വേപരിക്കാൻ പറ്റും. നമ്മൾ ഹെബ്രായർ 18-20 വചനങ്ങളൊക്കെ ആ വചനമാണ്. അതായത് മ്ലേച്ഛതകളെന്ന് പറയും, ശാരീരികമായ ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന അശുദ്ധ പാപങ്ങളെല്ലാം ബൈബിൾ വിളിക്കണം മ്ലേച്ഛതകളെന്നാണ്. ഈ മ്ലേച്ഛതകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കൽപ്പന കൊടുത്തിരിക്കുന്നത്. 10 കൽപ്പന പോലും നിൽക്കണത് എന്താ? വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയുന്ന മ്ലേച്ഛതകളാണ്. എന്നിട്ട് വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമപ്രകാരം ജീവിതത്തിൻ്റെ മ്ലേച്ഛതകൾ, ജഡിക മ്ലേച്ഛതകൾ ഒഴിവാക്കിയാൽ നീ വിശുദ്ധിയുള്ള വ്യക്തിയായി മാറും. അതിന് കാരണം ബൈബിൾ പറയണത് ദൈവം വിശുദ്ധനാണ്, അത് കാരണം നിങ്ങളും വിശുദ്ധിയുള്ളവരായിരിക്കണം. പക്ഷേ ആ വിശുദ്ധിയുടെ കൺസെപ്റ്റ് എന്താണ്? അപ്പോൾ അക്കാലങ്ങളിലുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവന് നിരന്തരമായിട്ട് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ,
ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങൾ. ശരീരത്തിൻ്റെ ഋതുമതിയായ സ്ത്രീ പോലും അവിശുദ്ധമായിട്ട് കണ്ടിരുന്ന ഒരു കാലമുണ്ട്. അന്നത്തെ കാലത്തിൻ്റെ കൺസെപ്റ്റാണത്. അതെല്ലാം അവിശുദ്ധിയുടെ പട്ടികയിൽ പെടുത്തി വച്ചിരിക്കുക. കാലം അതായിരുന്നു. മനുഷ്യൻ ദൈവത്തിലെ അറിവിൽ വളരുന്നതനുസരിച്ച് കൊണ്ട് വിശുദ്ധിയുടെ കൺസെപ്റ്റിന് വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഹെബ്രായർ 12 നമ്മൾ വായിക്കുന്നതാണ്. എന്താണ്? വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന്, ഹെബ്രായർ 12:15 വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോഴെന്താണ് അവിടെ ബാഹ്യമായ അവിശുദ്ധമായിട്ടുള്ള ക്ലീൻനെസ്സിൻ്റെ കാര്യങ്ങളെക്കാൾ ഉപരി നേരെ ആന്തരികമായി മാറി. ഒരു വ്യക്തിയോട് നമുക്ക് വിദ്വേഷമുണ്ടെങ്കിൽ നമ്മൾ അശുദ്ധരായി മാറി. വിദ്വേഷത്തിൻ്റെ വേരിനുള്ള പ്രശ്നം അത് പൗലോസ് പറയണ പോലെ സൂര്യൻ അസ്തമിക്കണ മുമ്പ് പറഞ്ഞു തീർത്തില്ലെങ്കിൽ ആ വേര് വളരാൻ തുടങ്ങും. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ. വിദ്വേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് പറയും സൂര്യൻ അസ്തമിക്കണ മുമ്പ് നീ ആ വിഷയം പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ എന്താ പറ്റും? രാത്രി വരും. സന്ധ്യ അസ്തമയം കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ലേ. രാത്രിയിലാണ് ഈ വിദ്വേഷമൊക്കെ വളരേണ്ടത്. ജീവിതം ഇരുട്ടായി കഴിഞ്ഞാലേ എല്ലാ പാപത്തിൻ്റെ വേരുകളും വളരണത് ജീവിതം ഇരുട്ടിലാകുമ്പോഴാണ്. ദൈവമാകുന്ന വെളിച്ചം, വിശ്വാസമാകുന്ന വെളിച്ചം കെട്ടുപോണ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ പാപം ഇങ്ങനെ വളരാൻ തുടങ്ങും. അതുകൊണ്ട് പറയും, കർത്താവ് എപ്പോഴും പറയും, പകലായിരിക്കുവോളൂ ഞാൻ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും വേല ചെയ്യാനാവാത്ത രാത്രികാലം അടുത്ത് വരികയാണല്ലോ. അപ്പോൾ രാത്രിയെയും അസ്തമയത്തിന് ശേഷമുള്ള സമയങ്ങളെയും ബൈബിള് കാണുന്നതിൻ്റെ ഉദ്ദേശിക്കുന്നത് വിശ്വാസം, ദൈവസ്നേഹമുള്ള ഒരു കാലമാണ് നമ്മളുടെ പകലെന്ന് പറയണത്. ദൈവസ്നേഹമായത് കാരണം നമ്മൾക്ക് ഇപ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും എൻ്റെ മുമ്പിൽ വിശുദ്ധരാകാൻ പറയും. അത് തന്നെ ആ തിയറി തന്നെയാണ് പറയുന്നത്. നമ്മൾ യോഹന്നാൻ 1:8 വായിക്കണതും അല്ലെ 4:8 വായിക്കണതും. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ട് എന്താ പറ്റും? നിങ്ങളെ സ്നേഹമുള്ളവരായിരിക്കണം. അല്ലെങ്കിൽ എന്താ പറ്റും? നിങ്ങളെ വിദ്വേഷമായിട്ടില്ലായിരിക്കണമെങ്കിൽ അശുദ്ധരായി തീരും. ഇപ്പം വിദ്വേഷം അശുദ്ധമാകണത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹമായതുകൊണ്ടാണ്. നമ്മുടെ വിദ്വേഷം അശുദ്ധമാകണത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹമായതുകൊണ്ടാണ്. ഇപ്പം സ്നേഹത്തിൽ വസിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തുള്ളെന്ന് യോഹന്നാൻ പറയണത് അതാണ്. അപ്പം 4:8 താഴെ 1 യോഹന്നാൻ 4:8 താഴെയുണ്ട്. അതായത് ദൈവത്തിൽ വസിക്കണമെങ്കിൽ സ്നേഹത്തിൽ വസിച്ചാൽ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. കാര്യം ദൈവം സ്നേഹമാകുന്നു എന്ന് പറയും. അപ്പം നമ്മുടെ വിദ്വേഷം എന്തുകൊണ്ടാണ് പാപമാകണത്? ദൈവം സ്നേഹമായതുകൊണ്ടാണ്. അപ്പോൾ അത് പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റുമായിട്ട് യോജിച്ച് പോണതാണത്. കാര്യം എന്താണ്? നിങ്ങൾ വിശുദ്ധരായിരിക്കണം. കാര്യം നിൻ്റെ കർത്താവായ ദൈവം ഞാൻ വിശുദ്ധിയായിരിക്കുന്നു, വിശുദ്ധിയുള്ളവനായിരിക്കുന്നു. അപ്പം ദൈവത്തിനോട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവിശുദ്ധ നിയമങ്ങളെ ബൈബിള് വെളിപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ ദൈവത്തെ മാത്രം പരാമർശിക്കുന്ന സുവിശേഷ ചൈതന്യത്താൽ എന്നെ ഉണർത്തണമേ. ഞങ്ങളുടെ വിശുദ്ധിയെ അങ്ങ് പരിപോഷിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ.
ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും. ഉണർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.